ശ്രീകുട്ടി അന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കിയത് കണ്ണനായിരുന്നു. അതിനുശേഷം അവൻ തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാർ എടുത്തുകൊണ്ട് വന്നു. അച്ഛനെ ഇന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം. കൂട്ടത്തിൽ അമ്മയെ ഓർത്തഡോക്സ് ഡോക്ടറെ കൂടി കാണിക്കണം. അവൻ വണ്ടിയുമായിട്ട് വന്നപ്പോൾ അമ്മയും അച്ഛനും റെഡിയാവുകയാണ്. കണ്ണൻ മുറിയിലേക്ക് ചെന്നു. കല്ലു അപ്പോൾ അവൻ്റെ ഷർട്ടെടുത്ത് ഇസ്തിരി ഇടുകയായിരുന്നു. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല കണ്ണേട്ടാ, എനിക്ക് പേടിയൊന്നുമില്ല. അവൾ ഷർട്ടെടുത്ത് കണ്ണൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ വേഗം ഷർട്ട് എടുത്തിട്ടു. അലമാരിയിൽ നിന്നും ഒരു പാൻറ്റും. പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ടേട്ടാ. എന്നാൽ ശരി, ഇറങ്ങുക. സമയം പോയി. അവൻ വാച്ചിലേക്ക് നോക്കി. വൈകാതെ അവർ മൂവരും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഇടയ്ക്കൊക്കെ കണ്ണൻ അവളെ വിളിച്ചിരുന്നു. കല്ലു അപ്പോൾ വീട്ടിലെ ഓരോരോ ജോലിയിലായിരുന്നു. ഇടയ്ക്ക് അവൾ അച്ഛമ്മയെ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു. ഒപ്പം അപ്പച്ചിയോടും. കണ്ണനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ വാ തോരാതെ അവരോടൊക്കെ പറഞ്ഞു. അതിൽ നിന്നും അച്ഛമ്മയ്ക്ക് മനസ്സിലായി കണ്ണൻ അവളുടെ ഹൃദയത്തിൽ അത്രമേൽ പതിഞ്ഞുവെന്ന്. രണ്ടാളും കൂടി ഒരു ദിവസം വരാൻ പറഞ്ഞ് ഉഷ അവരെ ക്ഷണിച്ചു. വൈകാതെ എത്താമെന്നും കല്ലു മറുപടി കൊടുത്തു. ഏകദേശം 2 മണി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയവർ എത്തിയപ്പോൾ ഷോഫയുടെ കയ്യിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. കല്ലു മുറ്റത്തേക്ക് വേഗം ഇറങ്ങി ചെന്നു. അച്ഛാ, എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല മോളെ, ഗുളികയൊക്കെ കഴിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അയാൾ പതിയെ പതിയെ കണ്ണൻ്റെ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് കയറി. അമ്മേ, എന്തു പറ്റിയതായിരുന്നു? വാദമുണ്ട്, പിന്നെ തേയ്മാനവും. ഷോഫ പിറുപിറുത്തും. കണ്ണേട്ടൻ്റെ മുഖത്ത് അല്പം ദേഷ്യമുണ്ടോ എന്ന് കല്ലുവിന് സംശയമായിരുന്നു. അവളെ നോക്കാതെ അവൻ മുറിയിലേക്ക് പോയി. വേഗം തന്നെ ഡ്രസ്സ് മാറി വരികയും ചെയ്തു. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കല്ലുവിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഊണെടുത്ത് വയ്ക്ക്, കണ്ണൻ അല്പം മോശത്തിൽ പറഞ്ഞു. കല്ലു അത് കേട്ടപ്പോൾ വേഗം അടുക്കളയിലേക്ക് പോയി. ചോറും കറികളും എല്ലാം എടുത്ത് മേശമേൽ നിർത്തി. നീ കഴിച്ചോ? അവൻ അല്പം മയത്തിൽ ചോദിച്ചു. ഞാൻ കഴിച്ചോളാം. അവൻ വേഗം തന്നെ ഭക്ഷണം കഴിച്ച് തീർത്തും. വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് കൈ കഴുകി കാറിൻ്റെ താക്കോലും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ഷോഫ വന്ന് ചോറും കറികളും എടുത്ത് അച്ഛൻ്റെ മുറിയിലേക്ക് കയറി. കലോ, നീ വല്ലതും കഴിച്ചോ? അച്ഛന് ഭക്ഷണം കൊടുത്തിട്ട് ഇറങ്ങി വന്ന ഷോഫ അവളെ നോക്കി. ഞാൻ കഴിച്ചില്ലമ്മേ. അമ്മയും കൂടി വാ, നമുക്കൊന്നിച്ച് കഴിക്കാം. കല്ലു പ്രതീക്ഷയോടെ അവരെ നോക്കി. ആ, വരുവാ. അച്ഛൻ കഴിച്ച പ്ലേറ്റുകളെല്ലാം കഴുകി വെച്ചിട്ട് ഷോഫയും അവൾക്കൊപ്പം വന്നിരുന്നു. കല്ലുവിന് ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും കണ്ണൻ ദേഷ്യത്തോടെ പോയത് എന്താണെന്നോർത്ത് അവൾക്ക് ലേശം അങ്കലാപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് തീരെ മുന്നേ കണ്ണൻ്റെ ബൈക്ക് മുറ്റത്ത് വന്ന് നിന്നു. അമ്മേ, എന്താടാ? കുമാരേട്ടൻ ആരോടെങ്കിലും ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ആളെ കിട്ടാനാണോ പ്രയാസം? കണ, വെറുതെ നമ്മൾ തമ്മിൽ ഇനിയൊരു വഴക്ക് വേണ്ട കേട്ടോ. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി. പിന്നെ അമ്മ ഇത് എന്നെ ഭാവിച്ചാ? ഡോക്ടർ പറഞ്ഞില്ലേ ഇനി ഇതിനെയൊന്നും വളർത്തി നടന്നാൽ എവിടെയെങ്കിലും വീണു പോകുമെന്ന്. അവൻ ഷോഫയോട് ദേഷ്യപ്പെട്ടു. ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും പറയും. ഞാനേ ഈ പണി തുടങ്ങിയിട്ട് വർഷം 10-30 കഴിഞ്ഞു. അമ്മയും മകനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കിട്ടു. ഷോഫയ്ക്ക് കാലിൻ്റെ മുട്ടിന് തേയ്മാനമുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇനി ബൈക്കിലൊക്കെ നോക്കണ്ട. അവയൊക്കെ ആർക്കെങ്കിലും വിൽക്കാമെന്ന് കണ്ണൻ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അമ്മയും മോനും തമ്മിൽ കോർക്കുന്നത്. കല്ലു ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് മാറിപ്പോയി. ഷോഫ തൊഴുത്തിലേക്ക് നോക്കിയിരുന്നു. പദം പേർക്ക് കരയുകയാണ്. ശ്രീകുട്ടി വന്നപ്പോൾ ഷോഫ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവളും പക്ഷേ കണ്ണൻ്റെ പക്ഷം ചേർന്നു. ഏട്ടൻ പറയുന്നതാണമേ നല്ലത്. അമ്മയ്ക്ക് പറ്റുവരാതെ എങ്ങനെയാണ്? ഷോഫ അവളോടും തട്ടിക്കയറി. അവൾ തിരിച്ചും അമ്മയോട് ദേഷ്യപ്പെട്ടു. അന്ന് രാത്രിയിൽ കണ്ണൻ പുറത്തു പോയിട്ട് വരാൻ അല്പം വൈകി. കല്ലുവിന് അല്പം ഭയം തോന്നാതെയില്ല. ഫോൺ വിളിക്കാനും പേടി. ഇനി വണ്ടി ഓടിക്കുകയാണെങ്കിലോ? അവൾ ചിന്തിച്ചു. രാജയെ വിളിച്ച് ശ്രീകുട്ടി സംസാരിച്ചുകൊണ്ട് ഉമ്മർത്തിരിക്കുന്നുണ്ട്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് കാണും. കണ്ണനെത്തിയപ്പോൾ കയറി വന്നപാടെ അവൻ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു. രാജി ഫോൺ വിളിച്ചുകൊണ്ട് നിന്ന ശ്രീകുട്ടിയോട് അവൻ വരാൻ പറഞ്ഞു. അവളും കല്ലുവും അമ്മയും ഒക്കെ ചെന്നു. എന്താണ് നിനക്ക് പതിവില്ലാതൊരു സന്തോഷം? ഒക്കെ പറയാം. അവൻ അച്ഛൻ്റെ അടുത്തിരുന്നു. ഫോണിൽ നിന്നും ഒരു ഫോട്ടോ അച്ഛൻ ആദ്യം കാണിച്ചു. ഏകദേശം 10-28 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യനായിരുന്നു. ഇതാരാ മോനെ? ഒക്കെ പറയാം. അച്ഛന് ഇഷ്ടമായോ? കുഴപ്പമില്ല. പിന്നീട് അവൻ ബാക്കിയുള്ളവരെ എല്ലാം കാണിച്ചു. ആരാടാ ഇത്? അമ്മേ, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുമേഷില്ലേ, അവൻ്റെ അനിയനാണ്. പേര് സുനീഷ്. ഇവിടെ വില്ലേജ് ഓഫീസിൽ ക്ലർക്കാണ്. ഇവളെ കല്യാണം ആലോചിച്ച് അവർ എന്നെ വിളിച്ചു. സുമേഷ് എന്നിട്ട് എന്നെയും കൂട്ടി അവൻ്റെ വീട്ടിലൊക്കെ പോയി. നല്ല ഒന്നാന്തരം ഒരു വാർക്ക വീട്, മുറ്റത്ത് കാറും 50 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ട്. നല്ല പയ്യനാണമ്മേ, ഇവൾക്ക് ചേരും. ഒറ്റ ശ്വാസത്തിൽ കണ്ണൻ പറഞ്ഞു നിർത്തി. എല്ലാ മുഖത്തും സന്തോഷം നിറഞ്ഞു. ശ്രീകുട്ടി മാത്രം പക്ഷേ ആലോചനയിലാണ്ട് നിന്നും. എന്താടി ഇത്ര ആലോചിക്കാൻ? അത് പിന്നെ ഏട്ടാ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ജോലിയില്ലാതെ ഒക്കെ ശരിയാം. പക്ഷെ ഇത്രയും നല്ല ബന്ധം വന്ന സ്ഥിതിക്ക് തന്നെയുമല്ല അവരെ നമുക്ക് അറിയുകയും ചെയ്യാം. ശ്രീകുട്ടി വെറുതെ അവൻ പറയുന്നതൊക്കെ കേട്ടിരിക്കുകയാണ്. എടാ മോനെ,
അവർക്ക് സാമ്പത്തികമുള്ള ആളുകളല്ലേ, സ്ത്രീധനമൊക്കെ ഒരുപാട് കൊടുക്കണ്ടേടാ. ശോഭ മകനെ നോക്കി. ആദ്യം അവർ ഇവിടേക്ക് വന്ന് ഇവളെ കാണട്ടെ. രണ്ടാളും പരസ്പരം സംസാരിച്ചു കഴിഞ്ഞ് ഇഷ്ടമായെങ്കിൽ ബാക്കി കാര്യം അപ്പം ആലോചിക്കാം. മോനെ, അച്ഛനും വയ്യാണ്ടായി. ഒന്നിനൊന്നും എല്ലാ പ്രാരാബ്ദം കൂടി കൂടി വരും. നിന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുവാടാ മക്കളെ. അത് പറയുമ്പോൾ അച്ഛൻ്റെ ശബ്ദം ഇടറി. അച്ഛൻ ഓരോന്നും ഓർത്തും മനസ്സ് വിഷമിക്കണ്ട. എന്തായാലും സോമേഷനെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടല്ലേ ബാക്കി. ആ, വിധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ആവട്ടെ, അയാൾ മകനെ നോക്കി പറഞ്ഞു. കല്ലൊന്നും പറയാതെ ഒരു വശത്തേക്ക് മാറി നിന്നതേയുള്ളൂ. അമ്മേ, എന്താടാ? അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത്? പൈക്കളെ കൊടുക്കുന്ന കാര്യം. അല്ലാതെ എന്ത്? ഷോഫ എന്നും പറയാതെ മകനെ തുറച്ചു നോക്കി. ആ, പറയേണ്ടത് മുഴുവനും മനസ്സിലാക്കുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊക്കെ അമ്മയുടെ ഇഷ്ടം. അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. കലു, ഇത്തിരി വെള്ളം കുടിക്കാനെടുക്ക്. ഒപ്പം അവൻ വിളിച്ചു പറഞ്ഞു. ശ്രീകുട്ടിയുടെ കാര്യത്തിൽ നിനക്കെന്താ അഭിപ്രായം? അവൾ കൊടുത്ത വെള്ളം കുടിച്ചുകൊണ്ട് കണ്ണൻ അവളോട് ചോദിച്ചു. അത് പിന്നെ ശ്രീകുട്ടിയല്ലേ ഏട്ടാ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാഞ്ഞത്. ആ, എന്തായാലും അവർ വന്ന് കാണട്ടെ, എന്നിട്ട് നോക്കാം. നിന്റെ മുഖം എന്താ വല്ലാതെ? എന്തു പറ്റി? കണ്ണൻ അവളെ നോക്കി. ഒന്നുമില്ല. അവളുടെ മുഖം ഇത്തിരി കൂടി വീർപ്പിച്ചു എന്നവനും തോന്നി. അവൻ കല്ലുവിനെ സൂക്ഷിച്ചു നോക്കി. എന്താ കല്ലു? ഒന്നുമില്ലേട്ടാ. നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങി അല്ലേ? ഞാൻ ഒരിക്കലും ഏട്ടനോട് ഒരു കള്ളവും പറയില്ല. പക്ഷെ കുറച്ചു മുന്നേ ഏട്ടൻ ഇവിടെ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ഇത്തിരി സങ്കടമായി, അവൾ പറഞ്ഞു. ആ, അതാണോ? എൻ്റെ കൊച്ചേ, അത് ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയതല്ലേ. എന്തിന്? പാവമ്മ ഇത്രയും കാലം ഈ പൈക്കളെയൊക്കെ നോക്കി വളർത്തിയില്ലേ. അമ്മയുടെ കയ്യിൽ 10 രൂപ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ അമ്മയ്ക്കൊരു വരുമാനം. ഓ, നീ വക്കാലത്ത് കൊണ്ട് ഇറങ്ങിയതാണോ? കണ്ണൻ ദേഷ്യപ്പെട്ടപ്പോൾ കല്ലു മുഖം കുനിച്ചു നിന്നു. കല്ലു, അമ്മയുടെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഇനി ഇവയൊക്കെ നോക്കി നടന്നാൽ എവിടെയെങ്കിലും തളർന്ന് കിടപ്പാകുമെന്ന്. അമ്മയുടെ കാൽമുട്ടിന് നല്ല തേയ്മാനമുണ്ട്. എവിടെയെങ്കിലും വീണുപോയാൽ എന്നാ ചെയ്യും? ഇത്തിരി പോന്ന നിന്നെക്കൊണ്ട് പറ്റോ എല്ലാം നോക്കി നടത്താൻ? അച്ഛനും കിടപ്പിലായി. പിന്നെ അമ്മയ്ക്ക് കൂടെ വയ്യണ്ടായാൽ എന്നാ ചെയ്യും പെണേ? അവൻ പറഞ്ഞപ്പോൾ പിന്നെ കല്ലൊന്നും മിണ്ടിയില്ല. ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്കും തോന്നി. എനിക്ക് അങ്ങോട്ട് വരാമോ? വാതിൽക്കൽ നിന്നും ശ്രീകുട്ടി വിളിച്ചു ചോദിച്ചു. അതെന്താടി അങ്ങനെ ഒരു ചോദ്യം? കയറി വന്ന അവളോട് കണ്ണൻ തിരിച്ചു ചോദിച്ചു. ഓ, ഞാൻ ചുമ്മാ ചോദിച്ചാണ് എൻ്റെ ഏട്ടാ. പോട്ടെ, നീ വാ, ഇവിടെ ഇരിക്ക്. കല്ലു, എന്താ ശ്രീകുട്ടി? നീ എന്നാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. ശ്രീകുട്ടി, ഇവിടെ ഇരിക്ക്, ഞാൻ കാപ്പി എടുത്തുകൊണ്ട് വരാമേ. അവൾ വേഗത്തിൽ ഇറങ്ങിപ്പോയി. ഏട്ടനും മനീത്തിയും കൂടെ സംസാരിക്കാൻ അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു പോയതാണെന്ന് അവർക്കും പിടികിട്ടി. ശ്രീകുട്ടി, എന്തേട്ടാ? എടി, ആ സുനീഷൊക്കെ നല്ലൊരു സ്വഭാവമുള്ള ചെക്കനാണ്. ഇത്രയും ചെറുപ്പത്തിലെ ഗവൺമെൻറ് ജോലിയും കിട്ടിയതല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരുപാട് ദൂരവുമില്ല ഇവിടെ നിന്നും. എന്തുകൊണ്ടും നല്ലൊരു ആലോചനയായിരുന്നു. ശരിയേട്ടാ, പക്ഷേ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഓർക്കുമ്പോൾ അതൊന്നും സാരില്ല. നീ അവനെ കണ്ട് പൂർണ്ണമായും സംസാരിച്ച് ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രമേ ഈ ആലോചന മുന്നോട്ട് പോകത്തുള്ളൂ, ഉറപ്പ്. ശ്രീകുട്ടി നഖം കടിച്ചുകൊണ്ടിരിപ്പാണ്. എടി, അത് മുഴുവൻ തിന്ന് തീർക്കണ്ട നീയെ. നിനക്ക് സമ്മതമാണെങ്കിൽ മതി. അതല്ല ഏട്ടാ. ദേ പെണേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നീ ചുമ്മാ ഓരോന്നും ചിന്തിച്ച് കൂട്ടണ്ട. പരീക്ഷ കഴിയാൻ ഇനി 1 മാസം കൂടിയല്ലേ, എന്നിട്ടാവാൻ ബാക്കി. അപ്പോഴേക്കും കല്ലു അവർക്ക് ചായയുമായിട്ട് വന്നു. എൻ്റെ കല്ലു, ചായയൊക്കെ ഞാൻ വന്ന് കുടിച്ചോളാം. നീ അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അത് സാരയില്ല, ഇത് കുടിക്ക്, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണാ, പുറത്തുനിന്നും ആരോ വിളിച്ചു. ഇതാരപ്പാ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. ആ, തോമാച്ചേട്ടനോ? കയറി വാ. കുമാരൻ പറഞ്ഞിട്ട് വന്നതാ. ആ, ഇരിക്കിരിക്ക്. അവൻ കസേര അല്പം നിരക്കിക്കൊണ്ട് അയാളെ ക്ഷണിച്ചു. ഇരിക്കാൻ മോനെ. രാജൻ എന്തേ? അവനെ ഒന്ന് കാണട്ടെ, അയാൾ അകത്തേക്ക് നോക്കി പറഞ്ഞു. അച്ഛൻ കിടക്കുവാ, ചേട്ടൻ വാ, ദേ ഈ മുറിയിലാണ്. അവൻ്റെ പിന്നാലെ തോമാച്ചേട്ടനും അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് സമയം രാജനോട് അസുഖ വിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് പൈക്കളെ മേടിക്കാൻ വന്ന വിവരം അറിയിച്ചു. ഷോഫി ഒന്നും ഇടാതെ അടുക്കളപ്പുറത്ത് നിന്നു എല്ലാം കേട്ടു. അമ്മേ, തോമാച്ചേട്ടനാകുമ്പോൾ നന്ദിനിയെയും മണിക്കുട്ടിയും നന്നായി നോക്കും. ശ്രീകുട്ടിയും അമ്മയോട് പറഞ്ഞപ്പോൾ അവർ പിന്നീടൊന്നും മിണ്ടിയില്ല. കണ്ണനുമായിട്ട് അല്പം സംസാരിച്ചിട്ട് അയാൾ തൊഴുത്തിലേക്ക് ചെന്നു. നന്ദിനി പശുവിൻ്റെ നെറ്റിയിലൊന്ന് തലോടി. ശേഷം അയാൾ ഒരു വില പറഞ്ഞുറപ്പിച്ചു. അഡ്വാൻസായിട്ട് 1000 രൂപ കണ്ണന് കൊടുത്തു. എന്നിട്ട് ഞായറാഴ്ച വരാമെന്നും പറഞ്ഞ് അയാൾ യാത്ര പറഞ്ഞു പോയി. കണ്ണൻ കയറി വന്നപ്പോൾ ശോഭ കണ്ണു നിറച്ച് നിൽക്കുകയാണ്. അമ്മേ, അമ്മയ്ക്ക് വിഷമമാകുമെന്നറിയാം. പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ. അവൻ അമ്മയെ നോക്കി പറഞ്ഞുവെങ്കിലും അവർ ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് തൊഴുത്തിൻ്റെ പിന്നിലേക്ക് ചെന്ന് അല്പം പുല്ലെടുത്ത് അവറ്റുകൾക്ക് ഇട്ടുകൊടുത്തു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇത്തിരി സമയം അവിടെ നിന്നു. കല്ലുവിന് അത് കണ്ട് സങ്കടമായിരുന്നു. പാവമ്മ, അവൾ ഓർത്തു.
കണ്ണൻ അവളുടെ പിൻകഴുത്തിൽ തൻ്റെ മീശയും താടിയും കുത്തി അവളെ ഇക്കിളിപ്പെടുത്തിയപ്പോൾ അവൾ പിഴഞ്ഞുകൊണ്ട് അവനെ നോക്കി. നേരം സന്ധ്യയാവാറായി, പോയി കുളിക്കടി, അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. കല്ലു പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. കയ്യിൽ കിട്ടിയ ഒരു ജോഡി ഡ്രസ്സും എടുത്തുകൊണ്ട് അവൾ മുറി വിട്ട് ഇറങ്ങി ബാത്റൂമിലേക്ക് ഓടി. അഥവാ കണ്ണൻ മുറിയിലേക്ക് എങ്ങാനും കയറി വന്നാലോ എന്നോർത്തായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. അവളുടെ ഓട്ടം കണ്ട് കണ്ണൻ ചിരിച്ചുകൊണ്ട് ഉമ്മറക്കോലയിൽ നിന്ന് പോയി. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. അന്ന് രാത്രിയിൽ അവനെ അച്ഛമ്മ ഫോൺ വിളിച്ചു. കൂടെ ഉഷയും. രണ്ടാളും കൂടി ഒരു ദിവസം ഉഷയുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞായിരുന്നു ക്ഷണിച്ചത്. അവൻ വരാമെന്നും സമ്മതിച്ചു. അച്ഛമ്മയുടെ ഓരോ വിവരങ്ങളൊക്കെ ചോദിച്ചു കണ്ണൻ കുറച്ച് സമയം അവരോട് സംസാരിച്ചു. അപ്പോഴാണ് സുമേഷ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അച്ഛമ്മയായിട്ടുള്ള സംഭാഷണം അവസാനിപ്പിച്ച് അവൻ സുമേഷിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു. ശ്രീകുട്ടിയുടെ ജനന തീയതിയും സമയം ചോദിച്ചുകൊണ്ടായിരുന്നു അവൻ വിളിച്ചത്. അമ്മയോട് ചോദിച്ചിട്ട് കണ്ണൻ എല്ലാം പറഞ്ഞു കൊടുത്തു. രണ്ടാളുടെയും ജാതകം നോക്കിയിട്ട് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് സുമേഷ് ഫോൺ വെച്ചു. അത്താഴമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നേരത്തെ കിടക്കാനായി പോയി. ശ്രീകുട്ടി ഇരുന്ന് പഠിക്കുകയാണ്. കാലത്തെ നടന്ന സംഭവങ്ങൾ ഓർത്തപ്പോൾ കല്ലുവിന് മുറിയിലേക്ക് ചെല്ലാൻ എന്തൊരു ഭയം പോലെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം അടുക്കളയിലൂടെയൊക്കെ ചുറ്റി നടന്നിട്ട് അവൾ മുറിയിലേക്ക് ചെന്നു. കണ്ണൻ അപ്പോൾ പതിവ് പോലെ ഫോണും നോക്കി കിടക്കുകയാണ്. കല്ലു തൻ്റെ മുടിയെല്ലാം മഴിച്ച് കെട്ടുവിടർത്തി എടുക്കുകയാണ്. കല്ലു, അവൻ വിളിച്ചപ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി. എടി, എനിക്കൊരു സംശയം. എന്തേട്ടാ? അല്ല, നിന്റെ മുടിയിൽ നിന്നും എന്തേ ഈ കാച്ചിനയുടെ മണമൊന്നും വരാത്തത്? അവൻ്റെ ചോദ്യം കേട്ട് കല്ലു നീട്ടി ചുളിച്ചു. എന്തേ, മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പറയാം. അവൻ കിടക്കി വിട്ട് എഴുന്നേറ്റിരുന്നു. അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു കല്ലു, ഈ കഥയിലൊക്കെ വായിക്കും പോലെ നമ്മുടെ കഥാനായിക അടുത്ത് വന്നപ്പോൾ നല്ല കാച്ചെണ്ണയുടെയും തുളസിക്കത്തിൻ്റെയും മതിപ്പിക്കുന്ന സുഗന്ധം, ഒപ്പം അവളുടെ മേൽച്ചുണ്ടിന് മുകളിൽ വിടരാൻ തുടങ്ങിയ വിയർപ്പ് തുള്ളികൾ, അവളുടെ വിറകൊള്ളുന്ന മെയ്യും മാറും കണ്ടപ്പോൾ നമ്മുടെ നായകൻ ഫ്ലാറ്റ്. അവൻ അവളെ വാരിപ്പുണർന്നുകൊണ്ട് കട്ടിലേക്ക് മറിയുന്നു. പിന്നെയെല്ലാം ഞാൻ പറയണ്ടല്ലോ. ഇതൊക്കെ ഈ കഥയിലുള്ളോ അതോ? അവൻ കല്ലുവിനെ നോക്കി. ശ്വാസം മടക്കി പിടിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും കണ്ണൻ ചിരിച്ചു പോയി. എൻ്റെ കല്ലു, നീ ശ്വാസം വിട്, ഇല്ലെങ്കിൽ ചത്തുപോകും. അവൻ പറഞ്ഞതും കല്ലു തിരിഞ്ഞു നിന്ന് ഒന്ന് നിശ്വസിച്ചു. കണ്ണൻ്റെ കൈകൾ അവളുടെ വയറിന്മേൽ മെല്ലെ പതിഞ്ഞു. അവൻ്റെ താഴ്ത്തുമ്പോൾ അവളുടെ തോളിൽ ചേർത്തപ്പോൾ അവളൊന്ന് കുതറി. എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ മണമാണ് ഇഷ്ടം, അല്ലാതെ കാച്ചെണ്ണയും ഷാമ്പുവും ക്രീമും ഒന്നും എനിക്ക് മണക്കണ്ട, കേട്ടൊടി കാന്താരി, അവനുള്ള കാതിൽ മന്ത്രിച്ചു. അല്പസമയം രണ്ടാളും ആ നിൽപ്പ് തുടർന്നു. അവളെ ശ്വാസഗതി ഏറുന്നതും കണ്ണൻ അറിഞ്ഞു. അവളെ എല്ലാ അർത്ഥത്തിലും തൻ്റേതാക്കുവാൻ അവനും ആഗ്രഹം തോന്നി. കല്ലു, ഞാൻ എൻ്റേതാക്കിക്കോട്ടെ നിന്നെ, എൻ്റെ പാതിയായി, എൻ്റെ മക്കളുടെ അമ്മയായി, എൻ്റെ ഈ ജന്മം മുഴുവനും എനിക്ക് കൂട്ടായി എൻ്റേതാകുമോ നീ? എടുത്തോട്ടെ ഞാൻ കല്ലു, ഇനിയും കാത്തിരിക്കാൻ വയ്യ പെണേ. അവനുള്ള കാതിൻ്റെ അടുത്തേക്ക് വന്നു മെല്ലെ ചോദിച്ചു. അവൻ്റെ ശ്വാസം കാതിലേക്ക് അടിക്കും തോറും കല്ലുവും പരവശയായിരുന്നു. എന്നാലും അവൾക്ക് ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. എന്താണ് ഈശ്വര തനിക്ക് സംഭവിക്കുന്നത് എന്നോർത്തവൾ വല്ലാത്തൊരു പേടി പോലെ. പക്ഷെ കണ്ണൻ്റെ സാമീപ്യം, അവൻ്റെ കരുതൽ, അവൻ്റെ സ്നേഹമൊക്കെ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റുന്നില്ല. അത്രമേൽ അവൻ അവൾക്ക് ജീവൻ്റെ ജീവനായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും അവൻ്റെ കൈകളുടെ പിടുത്തമയഞ്ഞു. അവൻ അകന്നു മാറാൻ തുടങ്ങിയതും കല്ലു അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. കണ്ണൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ കല്ലുവിനെ പിടിച്ച് തന്നിലേക്ക് തിരിച്ചു നിർത്തി. അവനെ നോക്കാതെ കല്ല് മുഖം താഴ്ത്തി നിൽക്കുകയാണ്. അവനുള്ള താഴ്ത്തുമ്പിൽ പിടിച്ചു മേൽപോട്ട് ഉയർത്തി. ഇവിടെ നോക്കടി കാന്താരി, അവൻ അവളെ നോക്കി പറഞ്ഞു. അവൻ്റെ കണ്ണുകളിലെ തീഷ്ണത കണ്ടപ്പോൾ കല്ലുവിന് ശ്വാസഗതിയേറി. ഇപ്പോൾ ഒരു കാര്യം സത്യമായി കല്ലു, അവൻ പറഞ്ഞപ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞ കഥാനായികയെ പോലെയാണ് നീയും, അവൾ മനസ്സിലാകാത്ത മട്ടിൽ നോക്കി. അവൻ പാടിയതും കല്ലു അവനെ കൂർപ്പിച്ചു നോക്കി. ദേ, ഈ നോട്ടമാണ് എനിക്ക് സഹിക്കാൻ മേലഞ്ഞത് കേട്ടോ. കാന്താരിയെ ഞാൻ എടുത്തു രുചിച്ച് കളയും. എരിവുണ്ടോ എന്നത് നോക്കട്ടെ. അവനത് പറയുകയും കല്ലു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. കണ്ണനും അവളെ തൻ്റെ മാറോട് പൊതിഞ്ഞു. കണ്ണൻ്റെ കൈകൾ അനുസരണക്കേട് കാട്ടിയപ്പോൾ അവൾ അവന് വിധേയായി നിന്നുകൊടുത്തു. അവൻ്റെ ചേർത്ത് നിറത്തിൽ അവൻ്റെ ഓരോ കരളളനത്തിലും അവനുള്ള പേടി അവളിൽ നിന്നും വഴി മാറിക്കൊടുത്തു. ആ രാത്രി അവർക്ക് രണ്ടുപേർക്കും മാത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കല്ലു കണ്ണൻ്റെ സ്വന്തമാവുകയായിരുന്നു. ഒരു പനിനീർപ്പൂവിനെ പോലെ അവൻ അവളെ ലാളിച്ചു, സ്നേഹിച്ചു. ഒരല്പം പോലും നോവിക്കാതെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ നൽകിയ ഓരോ ചുംബനവും ഏറ്റുവാങ്ങുമ്പോഴും അവൾ തരിളതയാവുകയായിരുന്നു. അവളുടെ പൂവിടൽ വിറകൊണ്ടപ്പോൾ അവനിലെ പിടുത്തം മുറുകിയപ്പോൾ അവനും പുഞ്ചിരി തൂകി. രാത്രി അതിൻ്റെ അന്ത്യയാമത്തിലേക്ക് ചേക്കേറി. കണ്ണനും അപ്പോഴും തൻ്റെ പാതിയെ പുലുകി. പുറത്ത് ചെറുതായി മഴ ചിഹ്നം ഭിന്നം പെയ്തു തുടങ്ങി. കുറച്ചു സമയം പിന്നിട്ടതും മഴ ശക്തി പ്രാപിച്ചു. പിന്നീട് അങ്ങനെ പെയ്തുകൊണ്ടേയിരുന്നു.
അതിനുശേഷം ഒന്ന് ശമിച്ചു. അതുപോലെ ഒരു പുഴ പോലെ ഒഴുകി അവളിലേക്ക് ഒരു നനുത്ത മഴയായി അവനും പെയ്തിറങ്ങി. അവൻ്റെ സ്നേഹത്തിലും ലാളനയിലും അവളുടെ കണ്ണിലും ഒരിറ്റ് കണ്ണുനീർ പൊടിഞ്ഞു. അങ്ങനെ കണ്ണൻ അവളിലെ സ്ത്രീയെ പൂർണ്ണയാക്കി. കണ്ണന് നഗ്നമായി നെഞ്ചിൽ വീണ് കിടക്കുമ്പോൾ കല്ലുവും പ്രാർത്ഥിച്ചു, ഒരിക്കലും ഈ സ്നേഹവും ചൂടും തന്നിൽ നിന്നും അകന്നു പോകരുതേ എന്ന്. അത്രമാത്രം അവൾക്കവൻ പ്രിയപ്പെട്ടവനായിരുന്നു. കല്ലു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? അവൾ ചുമൽ ചലിപ്പിച്ചു. സോറിടാ. അവൻ്റെ ശബ്ദം ആർദ്രമായി. എന്തിനാ കണ്ണേട്ടാ? അല്ല, നിനക്ക് വിഷമമായോടാ? ഇല്ല. സത്യമാണോ? എനിക്ക് ധൃതി കൂടിപ്പോയോ എന്നൊരു സംശയം. അവൾ അതിന് മറുപടി പറയാതെ അവൻ്റെ കൈത്തണ്ടിയിലൊന്ന് പിച്ചി. അയ്യോ എൻ്റെ അമ്മേ! അവൻ കിടന്ന് കുതിറിയതും കല്ലു അവൻ്റെ വാ പൊത്തി. പതുക്കെ, ആരെങ്കിലും കേൾക്കും, അവൾ അടക്കം പറഞ്ഞു. കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ, അവൻ കൈ തിരുമിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കല്ലു അവൻ്റെ കൈത്തണ്ടിയിൽ ഒരു മുത്തം കൊടുത്തു. സോറി, ഇനി മിണ്ടരുതേ, അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? അല്ല, ഞാനൊരു ഉമ്മ ചോദിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു, ഇപ്പതേ ചോദിക്കാതെ തന്നല്ലോ. ഇത്രയും പെട്ടെന്ന് എൻ്റെ പെണ്ണിന് മനംമാറ്റം വന്നോ എൻ്റെ ഈശ്വര? അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു. കല്ലു ഒന്നും പറയാതെ കിടന്നതേയുള്ളൂ. കല്ലൂസേ, ഓ, ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? കല്ലു ഇത്തിരി ദേഷ്യത്തിൽ ചോദിച്ചു. അല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ? എൻ്റെ ഈ കാന്താരിക്ക് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. വഷളൻ, മിണ്ടാതെ കിടന്നുറങ്ങ്, നേരം ഒരുപാടായി. അവൻ പറഞ്ഞതും കല്ലു ഗൗരവത്തിൽ പറഞ്ഞു. കണ്ണുകൾ അടച്ചു. അപ്പോഴും അവളുടെ മുഖത്ത് അവൻ കാണാതെ നാണത്താൽ കുതിർന്ന പുഞ്ചിരി വിരിഞ്ഞു.